നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ തന്നെ ഇന്ത്യ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ കൃത്യമായി അവിടെ നിന്നും ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സിന്ധു. അത് കൃത്യമായി വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ജൂൺ മാസം 19-ാം തീയതി 515ഓളം പാസഞ്ചേഴ്സുമായി ആദ്യ വിമാനം ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്തു. ഓരോ നടപടിക്രമങ്ങളും കൃത്യമായും ഇറാൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ കടുത്ത സാഹചര്യത്തിലും ഇറാൻ കൃത്യമായും വ്യോമപാത ഇന്ത്യൻ വിമാനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതും ഇന്ത്യക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള വ്യോമയാന പാതകളിലെ സഹകരണം ഊട്ടിയുറപ്പിക്കുന്നതും ഒരു വലിയ സന്ദേശമാണ് നടത്തുന്നത്. ഒരു കാരണവുമില്ലാതെ ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ആണവായുധം ഉപയോഗിക്കാൻ പോകുന്നു എന്ന ഒരു സൂചന നൽകിക്കൊണ്ട് ഇറാനെ കടന്നാക്രമിക്കുമ്പോൾ ജൂൺ 13-ാം തീയതി എന്നത് 2025 സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു കരിദിനമായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമാണ് ഇറാനെതിരെയുള്ള നാശോന്മുഖമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. ഭൂഗർഭ നിലയങ്ങളെല്ലാം തകർക്കുക, യുറേനിയം പ്ലാന്റുകളെല്ലാം തകർക്കുക, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെല്ലാം തകർത്തെറിയുക, അതുവഴി അവരെ നിരായുധരാക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ പദ്ധതിയെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അതിശക്തമായ തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തത്. ഇസ്രയേലിലെ ടെൽ അവീവിലും അതുപോലെ തന്നെ ഹൈഫയിലും ഇറാന്റെ മിസൈൽ വർഷണം വലിയ തോതിലുള്ള കേടുപാടുകളാണ് ഉണ്ടാക്കിയത്. ഉരുക്ക് ഡോം, അയൺ ഡോം പരിപൂർണമായി തകർത്തെറിയുന്ന സാഹചര്യം ഒരുപക്ഷെ ഇസ്രയേൽ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതൊന്നുകൂടി ബലപ്പിക്കുന്ന തരത്തിൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും, എന്തിനധികം പറയുന്നു, ഇപ്പോൾ ഇന്ത്യക്ക് പോലും കൃത്യമായി പറയാൻ പല വാക്കുകളുമുണ്ട്. ഇസ്രയേലിലെ ഈ കടന്നാക്രമണം ഒരു പരിധിവരെ ഡൊണാൾഡ് ട്രംപിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാം, ഡൊണാൾഡ് ട്രംപിനെ വിശ്വസിച്ചാണ് ബെഞ്ചമിൻ നെതന്യാഹു ആക്രമിക്കാൻ ഇറങ്ങിയതെങ്കിൽ ഒരു അൺകണ്ടീഷണൽ സറണ്ടർ ആയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിലെ ഏറ്റവും വലിയ ലക്ഷ്യമെങ്കിൽ അതൊന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്താതെ കൃത്യമായ മറുപടിയാണ് അയത്തുള്ള അൽ ഖമീനി കൊടുത്തത്. ഡൊണാൾഡ് ട്രംപ് സ്വന്തം കാര്യം നോക്കിയിരുന്നാൽ മതി, ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ അതിന് പ്രത്യാക്രമണം തന്നെ തരും എന്നായിരുന്നു ഖമനിയുടെ വാദം. അത് കേട്ട ഉടനെ US-ൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി, സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. സെനറ്റർമാർ ട്രംപിനെതിരെ തിരിയുന്ന കാഴ്ച കണ്ടു. ഡെമോക്രാറ്റ് പാർട്ടി അതിശക്തമായി ട്രംപിനെതിരെ നടപടി വേണമെന്ന ഒരു ശക്തമായ ആരോപണം ഉന്നയിച്ചു. അതോടുകൂടി ട്രംപ് പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇറാനെ കടന്നാക്രമിക്കാൻ ചെന്നാൽ വെറുതെ നോക്കി നിൽക്കില്ല, നിങ്ങൾക്ക് കൃത്യമായി അതിനുള്ള മറുപടി തന്നിരിക്കും എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നെതന്യാഹുവിനോട് പറയുമ്പോൾ അത് ലോകയുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയുണ്ട്. ഹോർമൂസ് കടലിടുക്കും ചബഹർ പോർട്ടും ഒക്കെ ഇറാന്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അത് പരിപൂർണമായി സ്തംഭിപ്പിക്കാൻ ഇറാന് ഒരു രാജ്യത്തിൻ്റെയും സഹായം വേണ്ട എന്നതിരിക്കെ അത് മധ്യ ഏഷ്യയിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനം ചില്ലറയല്ല എന്ന് മറ്റ് രാജ്യങ്ങൾക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ടും ഇസ്രയേലിന്റെ ഈ ആക്രമണത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ നിരവധിയായ രാജ്യങ്ങൾ വരുന്നു. ഒരുപക്ഷെ ഇസ്രയേൽ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇത്രയധികം സൈനിക സുസജ്ജമായ രാജ്യത്തിന് ഇത്രയധികം നാണക്കേട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് നെതന്യാഹുവിന്റെ പരമദയനീയമായ അവസ്ഥ.